നോക്കിക്കേ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ, മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ യേശു കർത്താവ് പിടി എന്ന് വിട്ടോണ്ട മക്കളെ ഇന്ന് രാത്രി നമ്മൾ ഇവിടുന്ന് ആരാധിക്കുന്നേ. നമ്മളൊക്കെ ചിലരൊക്കെ മുറുകെ പിടിച്ചു വെച്ചിട്ടില്ലേ? എന്റെ എന്തൊക്കെയോ സംഭവമാണ്, എന്റെ എന്തൊക്കെയോ ആണെന്ന് പറഞ്ഞ് ചിലരൊക്കെ മുറുകെ പിടിച്ചിട്ടില്ലേ? ഇന്ന് രാത്രി ആ മുറുകെ പിടിച്ചു വെച്ചിരിക്കുന്ന പിടുത്തമൊന്ന് വിടാമെങ്കിൽ രാജ്യങ്ങൾക്ക്, ദേശങ്ങൾക്ക് നിന്നെ ഒരു അത്ഭുതമാക്കി, പട്ടണങ്ങൾക്ക് നിന്നെ ഒരു അനുഗ്രഹമാക്കി, സംസ്ഥാനങ്ങൾക്ക്, കുടുംബങ്ങൾക്ക് നിന്നെ ഒരു പ്രയോജനമുള്ള പാത്രമാക്കി ഇന്ന് രാത്രി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഒഴിച്ചു, തന്നെത്താൻ ഒഴിച്ചു, എല്ലാം വിട്ടുകൊടുത്തു. ഈ വെട്ടിപ്പിടിക്കാനാണ് ഇഷ്ടം, വിട്ടുകൊടുക്കാൻ ആർക്കും താല്പര്യമില്ല. പക്ഷെ വേദപുസ്തകത്തിനകത്ത് ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശു അവൻ വെട്ടിപ്പിടിച്ചവനല്ല, അവൻ സകലതും വിട്ടുകൊടുത്തവനാണ്. ഈ വിട്ടുകൊടുത്തവൻ പൊട്ടനാണ് എന്ന് ചിന്തിക്കരുത്. വിട്ടുകൊടുത്തവൻ ഇപ്പം പൊട്ടനായാലും അവനും അവന്റെ തലമുറയും അനുഗ്രഹിക്കപ്പെടുന്നത് ലോകമാണ്. അങ്ങനെ വിട്ടുകൊടുത്തവനാണ് യോനാഥാൻ. ശൗൽ ദാവീദിനെ കൊല്ലുവാൻ നടക്കുന്ന സമയത്ത് ശൗലിന്റെ ഹൃദയത്തിൽ ദാവീദ് രാജാവിനോടുള്ള അസൂയ നിമിത്തം ദാവീദിനെ തീർക്കാനായി ഇറങ്ങി പുറപ്പെട്ട ശൗൽ ശൗലിന്റെ മകനായ യോനാഥാൻ എല്ലാ ദിവസവും ദാവീദിന് റിപ്പോർട്ട് കൊടുക്കും. ദാവീദേ, എന്റെ വീട്ടിൽ എന്റെ അപ്പനായ ശൗൽ ഇങ്ങനൊരു ഡിസ്കഷൻ നടത്തുന്നുണ്ട്, നാളെ നിന്നെ ഇന്ന സ്ഥലത്ത് വെച്ച് തീർക്കാൻ അപ്പൊ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നീ ആ വഴി ഒഴിഞ്ഞു പോണം. അങ്ങനെ ശൗലിന്റെ ആക്രമണങ്ങളെയും ശൗലിന്റെ മുഴുവൻ പദ്ധതികളെയും ദാവീദിന് വെളിപ്പെടുത്തി കൊടുത്ത ഒരു പ്രവചന ശബ്ദമായി, ഒരു തണുപ്പായി കൂടെ നിന്നവനാണ് യോനാഥാൻ. നമുക്കറിയാം, യോനാഥാനാണ് ശൗൽ കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ രാജാവായി കയറി വരേണ്ടവൻ. കാരണം ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്ത് ദൈവം ദാവീദിനെ എഴുന്നേൽപ്പിച്ചു എന്ന സത്യത്തെ ശക്തമായ നിലയിൽ അറിയാവുന്നവനായിരുന്നു യോനാഥാൻ. ദാവീദിന് അഭിഷിക്തനാണെന്ന് മറ്റുള്ള എല്ലാവരെക്കാളും നന്നായി അറിയാവുന്ന ആളായിരുന്നു. അതുകൊണ്ട് യോനാഥാൻ ദാവീദിനോട് പറഞ്ഞു, ദാവീദേ, നീ മരിച്ചാൽ അതിന്റെ ബെനിഫിറ്റ് ആക്ച്വലി എനിക്കാണ്. കാരണം ദാവീദിനെ ശൗൽ കൊന്നാൽ അതിന്റെ ബെനിഫിറ്റ് ശൗലിന്റെ മകനായ യോനാഥാനാണ്. പക്ഷെ യോനാഥാൻ ദാവീദിനോട് പറയുന്നു, എനിക്ക് ഒന്നാമനാകണ്ട, എനിക്ക് രണ്ടാമനായാ മതി. എനിക്ക് ഒന്നാമനാകണ്ട, എനിക്ക് രണ്ടാമനായാ മതി. എനിക്ക് രണ്ടാമനായി നിന്നാ മതി. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകം പഠിക്കുമ്പോ രണ്ടാമനായി നിൽക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത യോനാഥാൻ ഒരു യുദ്ധത്തിൽ മരണപ്പെട്ടു. യോനാഥാന്റെ പിതാവായ ശൗലും മരണപ്പെട്ടു. ശൗലിന്റെ കുടുംബം ഉന്മൂലനാശം സംഭവിച്ചു. എന്നാൽ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 2 ശമൂവേൽ 9-ാം അധ്യായത്തിൽ, ഇപ്പോൾ വായിക്കാൻ നേരെയില്ല, 2 ശമൂവേൽ 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ദാവീദ് ചോദിക്കുന്നുണ്ട്, ഞാൻ യോനാഥാൻ നിമിത്തം ശൗലിന്റെ കുടുംബത്തോട് ദയ കാണിക്കേണ്ടതിന് അവന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഇനി ശേഷിച്ചിരിക്കുന്നുണ്ടോ? ഒരു ദിവസം ദാവീദിന്റെ അകത്ത് ദൈവികമായി തോന്നുകയാണ്, എനിക്ക് ശൗലിന്റെ കുടുംബത്തോട് ദൈവത്തിന്റെ ദയ കാണിക്കണം. ഉടനെ ശൗലിന്റെ കുടുംബത്തിൽ നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, ഇപ്പോൾ ദാവീദിന്റെ ഭൃത്യനായിരിക്കുന്ന സീബ എന്ന പേരുള്ള മനുഷ്യൻ ദാവീദ് രാജാവിനോട് പറയുന്നു, യജമാനനേ, ഇനി ശൗലിന്റെ കുടുംബത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് യോനാഥാന്റെ മകനാണ്. അവന്റെ പേര് മെഫീബോശത്ത് എന്നാണ്. അവൻ 2 കാലും മുടന്തുള്ളവനാണ്. നിങ്ങൾക്കറിയാമോ, ദാവീദ് രാജാവിനോടുള്ള ബന്ധത്തിൽ മുടന്തുള്ളവരും കുരുടന്മാരും കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കരുത് എന്നൊരു നിയമം ആ കാലത്തുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലത് പറഞ്ഞിട്ടുള്ളതാണ്. ആ നിയമം
മെഫീബോശത്തിന്റെ ഫയൽ അവിടെ മടങ്ങേണ്ടതാ. പക്ഷെ ദാവീദ് പറയുന്നു മെഫീബോശത്തിനെ കൊട്ടാരത്തിൽ കൊണ്ടുവരണം. സീബായോട് പറയുന്നു നിന്റെ പുത്രന്മാരും നിന്റെ വേലക്കാരും ഇനി മെഫീബോശത്തിന് വേണ്ടി ജോലി ചെയ്യണം. അവർ 35 പേരുണ്ടായിരുന്നു. യോനാഥാന്റെ മകനായ മൊടന്തനായ മെഫീബോശത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വേണ്ടി ഒരു രാജ്യത്തിലെ ഒരു പ്രഥമ പുരുഷന്റെ മക്കള് അദ്ദേഹത്തിന്റെ മുഴുവൻ സെർവന്റും ഒരാൾക്ക് വേണ്ടി 35 ജോലിക്കാർ. ആ അധ്യായം, ആ ചരിത്രം അവസാനിക്കുന്നത് മെഫീബോശത്ത്, യോനാഥാന്റെ മകനായ മെഫീബോശത്ത് രാജകുമാരന്മാരിൽ ഒരുത്തൻ എന്നതുപോലെ ദാവീദിന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു വന്നു എന്നാണ്. നിങ്ങൾക്കറിയാമോ, കാലങ്ങൾ പലതും പിന്നിട്ടു. ശൗലിന്റെ കുടുംബം നാമാവിശേഷമായി തകർന്ന് തടിപ്പണമായി. പക്ഷേ യോനാഥാന്റെ തലമുറയെ ദൈവം മറന്നില്ല.